അനുഗ്രഹത്തിന് തടസ്സമായത് അധരം, എൻ്റെ വാക്കുകൾ, ഭോഷ്കുകൾ. അനുഗ്രഹത്തിന് തടസ്സമാകുന്നത് എൻ്റെ കൈകളുടെ പ്രവൃത്തികൾ. 3, ദൈവഹിതമില്ലാത്തത് കേൾക്കാതെ എൻ്റെ ചെവി പൊത്തണം. ഇപ്പോ ഞാൻ നിങ്ങളോട് എപ്പോഴും തരുന്നൊരു ഉപദേശമാണ്, നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും, കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. കാരണം ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നല്ലൊരു ആത്മീയ ഗാനം, നല്ലൊരു സ്പിരിച്വൽ സോങ് നിങ്ങൾ കേട്ടാൽ ആ സോങ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ഒക്കെ പാട്ട് പാടുമ്പോ അറിയാതെ കണ്ണു നിറയുന്നേ? ചില പാട്ടുകൾ പാടുമ്പോൾ അറിയാതെ, നമ്മള് കൂടെ പാടിയില്ലെങ്കിൽ പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ അലിയും, അങ്ങ് ഒടയും. കാരണം ഒരു പാട്ടിനകത്താണെങ്കിലും ആ പാട്ടുകാരന്റെ സ്പിരിറ്റ്, അവന്റെ ആത്മാവ് ആ ഗാനത്തിനകത്തുണ്ട്. ഇപ്പോ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരാൾ രക്ഷപ്പെടുന്നതിന്റെ കാരണം എന്നാ? വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹം അനുഭവിക്കുന്നതിന്റെ കാരണം എന്നാ? കാരണം ഈ വിശുദ്ധ ബൈബിൾ എഴുതിയതിന്റെ പുറകിൽ, എഴുതപ്പെട്ടതിന്റെ പുറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഒരു പുസ്തകത്തിന്റെ പുറകിൽ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ വേദപുസ്തകത്തിന്റെ പുറകിൽ ചലിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. റൈറ്റ് സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ പുറകിൽ അതുണ്ട്, പ്രസംഗങ്ങളുടെ പുറകിൽ അതുണ്ട്. സിനിമകൾ, ഇന്നത്തെ കാലത്തെ ചില സിനിമകൾ, ഇന്നത്തെ മൂവികളെല്ലാം വയലൻസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവനും. അത് കാണുന്ന കുട്ടികളെ, അത് കാണുന്ന ചെറുപ്പക്കാരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിനകത്തൂടെ ഒരു റോങ് സ്പിരിറ്റ് അവരിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ യുവതലമുറയുടെ മുകളിൽ റോങ് സ്പിരിറ്റ് ഇന്ന് അവർ കാണുന്ന കാഴ്ചകളിലൂടെ, അവർ കേൾക്കുന്ന കേൾവികളിലൂടെ, ക്യാമ്പസുകളിലൂടെ, പാട്ടുകളിലൂടെ അവരുടെ ഇമോഷൻസിനെ, അവരുടെ വൈകാര്യ തല